ഉന്നാര മോൻ തന്നെയാ ഒലിവ്. അവനാണ് ഇവിടുത്തെ എൻ്റെ കൊച്ചുമോന്. അറിയോ നിനക്ക്? നീ ഈ വീട്ടിൽ കാല് കുത്തിയതിന് ശേഷമാ ഈ വീട് ഇങ്ങനെയൊക്കെ ആയത്. ഇവളെന്തിനാ ഇങ്ങനെ ഹേമേനെ വിളിച്ച് കൂവുന്നത്? ഒന്ന് അതറ്റം വരെ ഒന്ന് പോയി നോക്കിയാലോ? വയ്യായേ. എന്തിനാണിങ്ങനെ കാറിക്കൂവുന്നതെന്നൊന്ന് അറിയാലോ? ആ ആ ആ ആ ഇവിടെ ഇങ്ങനെയൊരു പരിപാടി ഉണ്ടല്ലേ? ഇതൊക്കെ ഓഫീസിൽ പോകുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. പെട്ടെന്ന് ചോറ് കഴിച്ചു സ്കൂളിൽ പോകാൻ നോക്ക് പിള്ളേരെ. ലൈറ്റ് ഒക്കെ എടുത്ത് വെക്ക്, ഞാൻ എടുത്തു തരാം. എന്താ കഴിക്കാനുള്ളതെന്ന് വെച്ചാ. എനിക്ക് പത്തിരി കഴിക്കണം അമ്മമ്മേ, കറിയും വേണം, അതുകൊണ്ടാ. പിന്നെ എന്റെ കൂടെ ലക്കി കൂടി ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്. അമ്മമ്മ, എനിക്ക് പത്തിരിയും കറിയും ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മ. എടാ, അമ്മമ്മനെ ഇങ്ങനെ കളിയാക്കണ്ട കേട്ടോ. അമ്മമ്മക്ക് ദേഷ്യം വന്നാ പിന്നെ എന്തൊക്കെയോ പറയൂ. ദേവക്കുട്ടി, ദേവക്കുട്ടി എന്തൊക്കെയാ ലക്കിനോട് പറയുന്നേ? എന്താ ഏട്ടനോടൊന്നും മിണ്ടാതെ ഇരിക്കുന്നേ? ലക്കി എന്റെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ടാ. അമ്മ ഇത് എവിടെ പോയി? എത്ര നേരമായി? അമ്മനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ എടുത്തു തന്നാലും മതിയല്ലോ. ദേ ഓരോരുത്തരും പ്ലേറ്റ് എടുത്ത് അടുത്തോട്ട് വച്ചേ. ഒലിവേ, അമ്മമ്മയുടെ ചക്കര മുത്തേ, എന്താടാ പൊന്നിന് വേണ്ടേ അമ്മമ്മയുടെ കുട്ടനെ? എനിക്ക് 2 പത്തിരി മതി അമ്മമ്മേ, കൂടുതലൊന്നും വേണ്ട. അമ്മമ്മേ 3 ഇട്ടിട്ടുണ്ട്. കറിയും എടുത്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. നിങ്ങളൊന്നും പത്തിരിയും കറിയും കഴിക്കേണ്ട. ചോറ് വല്ലതും കഴിച്ചിട്ട് പെട്ടെന്ന് സ്കൂളിൽ പോകാൻ നോക്കി. പത്തിരി ഒന്നും ഇവിടെ ഇല്ല. ആകെ കുറച്ചങ്ങാണ്ട് ആ പത്തിരിയൊക്കെയുള്ള. നിങ്ങളിപ്പോ തൽക്കാലം ചോറങ്ങ് കഴിക്കുക. എന്റെ കൊച്ചുങ്ങളെ, പത്തിരി ഇല്ലെന്നല്ലേ നിങ്ങളോട് പറഞ്ഞേ? ചോറ് വേണമെങ്കിൽ കഴിക്കേ. അതെന്താടാ ചോറ് വേണ്ടാത്തേ? ഇവിടെ നിന്ന് കഴിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോയാ മതി. എടുക്കടാ പാത്രം. എടുത്തങ്ങ് കഴിക്ക്. കറിയൊന്നുമില്ല ഇവിടെ, ചോറ് മാത്രമേ ഉള്ളൂ. അതങ്ങ് കഴിക്ക്. അവള് ഇവിടെയൊന്നുമില്ലടാ. കഴിക്കാതെ എങ്ങാനും എഴുന്നേറ്റ് പോയാൽ ഇവിടെ നല്ല അടിപൊളി ചൂരലിരിപ്പുണ്ട്. അടിച്ച് ചന്തി പൊളിക്കും ഞാൻ. മര്യാദക്ക് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ. പത്തിരിയും കറിയും മാത്രമേ കഴിക്കത്തുള്ളൂ. അതൊന്ന് കാണുക തന്നെ വേണമല്ലോ. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ മകനും കൊച്ചുമക്കൾക്കും ഉള്ളതാ, കണ്ട അലവലാദികൾക്കുള്ളതല്ല. മനസ്സിലായോടിയേ? അമ്മ പറഞ്ഞിരുന്നല്ലോ പത്തിരി കഴിച്ചിട്ട് സ്കൂളിൽ പോയാ മതിയെന്ന്. ആന്റി എന്നോടും പറഞ്ഞിരുന്നു. ആന്റി എവിടെ പോയി? എന്റെ പൊന്നു ദേവക്കുട്ടി, അമ്മമ്മയുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ? പത്തിരി വേണേൽ എന്റെ അടുത്ത് നിന്ന് എടുത്തോ, നീ കഴിച്ചോ. എനിക്ക്